നമ്മൾ നാട്ടില് ഷോപ്പിങ്ങിന് പോകുന്നത്. ഇനി നേരം പയ്യന്നൂർ ജിമക്കി. ഇല്ല, ഞാൻ ഇങ്ങനെ പിടിക്കും. ലെറ്റ്സ് ഗോ. ഇതാണ് ഷാന്റെ ചേച്ചി. അതിന് ഷാൻ ആരാ? ഇല്ല, ഷാൻ എന്റെ വീഡിയോയിൽ ഉണ്ടല്ലോ. ഷാനെ അറിയാലോ. എന്റെ വീഡിയോ ഇട്ടോണ്ട് 10,000 വ്യൂസ് ആയി. 10 13. അത് കപ്പിൾ. അതിന്റെ തലേ ദിവസം ഇവളിട്ട വീഡിയോ 64 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അവരെന്റെ വീഡിയോ അവർക്ക് വേണ്ടിട്ടെങ്കിലും ഇടാലോ. അത് കൂടും. നല്ല മഴയുണ്ടല്ലേ. നല്ല ഇരുണ്ട കായതല്ലേ. ക്യാമറയിൽ കാണുമ്പോ നല്ലോണം ഇരുണ്ടിട്ടുണ്ട്. ये कंडोत पेट्रोल पंप के पीछे ये है क्या? कार वॉश है क्या? ആടെ പെരുമ്പേരുണ്ടല്ലോ. ഹിന്ദി സംസാരിക്കും. ഇതുപോലത്തെ കറിയുള്ളത് ചെറുതില്ല, ഡബിളില്ല. ഇത് സിംഗിളാണോ? ഇത് സിംഗിൾ, ഇതും ഡബിള്. ഞാൻ പറഞ്ഞത് സിംഗിൾ ആയിട്ടുള്ളത് മാത്രം കാണിച്ചത്. അത് ആദ്യം എടുക്കാം. അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് സിംഗിൾ ആയിട്ടുള്ള ഇവർ പറഞ്ഞു പ്രായ ആൾക്കാർക്ക് സിംഗിൾ കൊടുക്കുന്നതായിരിക്കും ഏതും ഡബിളിനെക്കാളും. ഇത് ഡബിളോ? ഇത് ഡബിൾ. ഇത് ഞാനിപ്പോ നോക്കിയത് അപ്പൊ കാണിച്ചിട്ടേ. എന്റെ മേലൊക്കെ എനിക്ക് കാണിച്ചത് താഴെ. ഇതെല്ലാം സിംഗിൾ അല്ലേ? സിംഗിൾ എല്ലാം മെലിഞ്ഞ കറിയാണ്. എന്നാ ഇത് 2 എടുക്കാം. ഇതോ? അത് സിംഗിളോ? സിംഗിൾ എനിക്കൊന്നും അങ്ങനെ വരുന്നുള്ളൂ അല്ലേ? ചെറിയ കറിയായിട്ടല്ലേ വരുന്നുള്ളൂ. ഇത് രണ്ടും സിംഗിൾ അല്ലേ ഇപ്പൊ നമ്മളെടുത്തത്? അപ്പൊ ഇത് രണ്ടും എടുക്കാം. ഇനി എനിക്ക് പറ്റിയതൊരു ഡബിള് കുറച്ച് നല്ലത് അമ്പലത്തിൽ പോകുമ്പോ മറ്റേ ഇതുണ്ടാവല്ലോ ഷൂട്ടിംഗ് ഉണ്ട്. എന്നാ കുറച്ചൊരു വലിയ കസവുള്ളത് നോക്കാം. പുതിയ ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ? ഈ ലൈൻസ് ഉള്ളതുണ്ടാ മുണ്ടും വേഷ്ടിയില് ഫുൾ സ്ട്രൈപ്സ് ആയിട്ടുള്ളത്? ഗ്രീൻ കാണിക്കളർ കളർ വേണ്ട. കസവും ലൈൻസും ഉള്ളത് കാണിച്ചു തന്നാലും ചെക്സ് ഉള്ളതും ഉണ്ടെന്ന് കണ്ടോ? നോർമൽ കസവ് തന്നെ ലൈൻസ് ഉള്ളത് കാണിച്ചു തന്നാലും. ഈ ലൈൻസ് ഉള്ളതില്ലേ? സ്ട്രൈപ്സ് ഉള്ളത് ലൈൻസ് ഉള്ളത് കാണിക്കറത് ടിഷ്യൂ ഒരുപാട് കളറായിരിക്കും. അങ്ങനത്തെ വേണ്ട വേണ്ട, അത് ഉടുത്താൽ നേരെ നിൽക്കൂല. അത് ഇത് ഈ മെറ്റീരിയൽ എനിക്ക് എൻ്റെ അടുത്തുണ്ട്. അത് ഉടുത്താൽ മര്യാദ ഇങ്ങനെ ഒരുമാതിരി നിൽക്കും. സിൽവർ വേണ്ട. ഞാൻ നമ്മളന്ന് വന്ന സമയത്ത് ഓണത്തിന് ഉടുത്തിട്ടേ ഒരു സെറ്റ് സാരി മുണ്ടും വേസ്റ്റ് ഉണ്ട് നേരെ കരളിത്തെ പോലത്തെ. അതുകൊണ്ട് ഉടുത്തപ്പോ രസമുണ്ടായിരുന്നു. കല്യാണം വരുന്നല്ലേ അവനെന്റെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വേറെ എന്താ? ഇതിന്റെ ഒന്നല്ലേ? ഇതിന്റെ മേലെ ടോപ്പ് 5000 രൂപ വേണ്ട. നോ, 5000 വേണ്ട. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഒരൊറ്റ പരിപാടി കൊടുക്കാൻ. അതെയാ? എന്നാ വേണ്ട, നമ്മൾ നോർമൽ സാധാ പോകാം. ഇതൊന്നും ഇതിന്റെ അടുത്ത് വന്നത്. ഇത് പിന്നെയും കുറച്ച് വലിയ കസവുണ്ടല്ലേ? കുറച്ച് വലുതല്ല, ചെറിയ കസം.
ഇത് ഓപ്പൺ ആക്കട്ടെ. പോസ്റ്റ് ചെയ്താ വരും കേട്ടാ. ഓക്കെ, അപ്പൊ അത് സക്സസ്ഫുൾ ആയി. അവരെ കിട്ടുന്ന എടുത്തു ഞാൻ എടുത്തു. എന്താ വീഡിയോയിൽ വരാൻ ഷാൻ ഇഷ്ടമില്ലാത്തത്? അല്ല പറയാം എന്നെ എടുക്കണ്ട. പക്ഷെ ഏച്ചിക്കാണ് വീഡിയോ എടുക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആള്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടെത്തി. ഷാനും ചേച്ചിയും കൂടിയിട്ട് ഷാൻ്റെ വീട്ടിലേക്ക് പോയി കണ്ടോത്തേക്ക്. അപ്പം അപ്പു ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാനും അപ്പും പിന്നെ ഏട്ടനും കൂടി തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മളെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും റോഡ് ക്രോസ് ചെയ്ത് മഴയൊക്കെ ആയിരുന്നു, അപ്പോൾ പുറത്തുനിന്നൊന്നും എടുത്തിട്ടില്ല. പിന്നെന്താ നമ്മൾ സെറ്റ് മുണ്ടും വേസ്റ്റ് എടുത്തു. പിന്നെ എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് നോക്കാനുണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ അത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു. ഇനിയും കുറച്ചുണ്ട്, പക്ഷേ കുറച്ചൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇപ്പം മഴയെല്ലാം മാറി ഒരു നല്ല കാലാവസ്ഥയായിട്ടുണ്ട്. അയ്യോ കാണുന്നില്ല, ഇത് നല്ല ക്ലൈമറ്റായി. മഴ കാണാൻ നല്ല രസമാണ്, പക്ഷെ പുറത്ത് ഇതുപോലെ പോകുമ്പം എന്താ പറയേണ്ടത്, ഫുൾ നനഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം ഫുൾ നനയുമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. അല്ലാതെ മഴ നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നോക്കാം, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.